ഈസി ആയിട്ടുള്ളൊരു ആപ്പിൾ അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ചൂടായിട്ടുള്ളൊരു ചട്ടിയിലോട്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയിലോട്ട് നമ്മൾ കടുക്, ഉലുവ, വറ്റൽമുളക് എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഈ മിക്സിലോട്ട് ചേർത്തിളക്കുക. ശേഷം നമുക്കിതിലോട്ട് കാശ്മീരി മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന്, പിന്നെ ഒരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ആപ്പിൾസ് ഇതിലോട്ട് നമുക്ക് ചേർത്തിളക്കാം. ആപ്പിളിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ പൊടികൾ ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ആപ്പിളിന് അധികം വേവ് വേണ്ടാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വിനെഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യമുള്ളത്ര വിനെഗർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇത്തിരി പോലും വെള്ളം ഈ അച്ചാറിൽ ചേർക്കുന്നില്ല. പകരം നമുക്ക് പുളിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡിസ്റ്റിൽഡ് വിനെഗറാണ്. നമുക്കിവിടെ അസ്തേന്നൊക്കെ മേടിക്കാൻ കിട്ടും. ആ വിനെഗറാണ് ഞാൻ ഈ പിക്കിളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഏത് വിനെഗർ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ ആപ്പിൾ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.